അപ്പം ടൈം ആയിട്ടുണ്ട്, അവന്മാരെ എല്ലാം എല്ലാവരെയും വിളിച്ചോണം. എന്താ ഫെറാറി തീർന്നു, ഫെറാറി ഇനിയും ഒരിക്കലും ജയിക്കത്തില്ല, കഴിഞ്ഞു, അവരുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ലൂയിസ് ഹാമിൽട്ടൺ കരിയർ നശിപ്പിച്ചു, ലൂയിസ് ഹാമിൽട്ടൺ ഇനിയും ഫെറാറിയിൽ ജയിക്കത്തില്ല, കഴിഞ്ഞ വർഷം ഒരു റേസ് പോലും ഫെറാറി ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഫെറാറിയെ ലൂയിസിനെ ഇത്ര നാൾ കളിയാക്കിയവന്മാരെ എല്ലാം വിളിക്കുക. എന്തൊക്കെ മീമായിരുന്നു. മസ്റ്റ് ബി ദ വാട്ടർ, വി ആർ ചെക്കിങ്. അതിൽ ഞാനും പെടും കേട്ടോ. അങ്ങനെ ഫെറാറിയുടെ ഇത്ര നാളത്തെ അപമാനങ്ങളെല്ലാം തോളിലെടുത്തുകൊണ്ട് സാക്ഷാൽ ലൂയിസ് ഹാമിൽട്ടൺ തന്നെ പ്രത്യക്ഷനായിരിക്കുകയാണ്. ദ കിങ് ഓഫ് ഫോർമുല 1, ഒരേ ഒരു രാജാവ്. ലൂയിസ് ഹാമിൽട്ടൺ ഫെറാറിയെ അവരുടെ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു റേസേ ജയിച്ചുള്ളൂ, അങ്ങനെ പറയാവൂ? അങ്ങനെ തന്നെ പറയാം. നമ്മുടെ ഹാഷറിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് മണ്ട കയറ്റിയിട്ടുണ്ട്. എന്റെ കയ്യിലെല്ലാം കിട്ടിയിട്ട് ഞാൻ അടിച്ച് ഞാൻ കൈ കൊടുത്താനാ. മലയാള ഇൻഡസ്ട്രിയെ എടുത്ത് ഞാൻ മോളിൽ കയറ്റിയാനാ. സോ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഫെറാറിയുടെ ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു, 3 സ്റ്റോപ്പ് സ്ട്രാറ്റജി. എന്ന് വെച്ചാൽ സാധാരണ ഒരു ഫെറാറി ഇത്ര നല്ലൊരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ലാസ്റ്റായിട്ട് അങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് കണ്ടത് 2024 കാർലോസ് സൈൻസും ചാൾസ് ലെക്ലർക്കും ഫെറാറി ഉണ്ടായിരുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇറ്റാലിയൻ GP അടിപൊളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ റേസ് അടിപൊളി റേസായിരുന്നു. അപ്പം അതിനുശേഷം ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് കണ്ടത് ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല ലൂയിസ് ഹാമിൽട്ടൺ ലാബ് 28 ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേന് മറ്റേ ഒരു VSC വന്നായിരുന്നല്ലോ, VSC വന്ന സമയത്ത് പിറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് അവിടെയാണ് മെഴ്സിഡസ് ജോർജ് റസലിന് വേണ്ടി കൊടുത്ത ആ ഒരു സ്ട്രാറ്റജി ബ്രോക്ക് ആയത്. എന്ന് പറഞ്ഞാൽ ഫെറാറി സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക മാത്രമല്ല, മെഴ്സിഡസിന്റെ സ്ട്രാറ്റജി പൊളിക്കുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് സ്റ്റാർട്ട് ചെയ്തത് മീഡിയം ഡേയ്സിലാണ്, ലൂയിസ് സ്റ്റാർട്ട് ചെയ്തത് സോഫ്റ്റ്. ലൂയിസും മാക്സും സ്റ്റാർട്ട് ചെയ്തത് സോഫ്റ്റ്. അങ്ങനെ ലാബ് 28 പിറ്റ് ചെയ്തപ്പോഴത്തേന് ലൂയിസ് സോഫ്റ്റ് മാറ്റിയിട്ട് മീഡിയം ഇട്ടു. അത് കണ്ടപ്പോഴത്തേന് മെഴ്സിഡസിന് എന്തോ ഒന്നും മണമടിച്ച്, പന്തികേട് എന്തൊക്കെയോ പണി വരുന്നുണ്ട് അവറാച്ച മണമടിച്ചു. അപ്പോഴത്തേന് ജോർജിനെ നൈസായിട്ട് പിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ, മെഴ്സിഡസ് ആ ഒരു ഫെറാറി ചെയ്ത ആ ഒരു സ്ട്രാറ്റജിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നേരെ പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത പോലെ ഒരു സ്ട്രാറ്റജി ചെയ്തു. പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് ഇട്ടിരുന്ന മീഡിയം എക്സ്പെക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. സാധാരണ മീഡിയം ഡേയ്സ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഒന്ന് പിറ്റും ചെയ്തു. അത് മാത്രമല്ല മെഴ്സിഡസ് ജോർജിന് കൊടുത്തിരുന്ന സ്ട്രാറ്റജി വന്ന് 2 സ്റ്റോപ്പ് സ്ട്രാറ്റജി ആയിരുന്നു. അത് മാറ്റി 3 സ്റ്റോപ്പ് ആക്കിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറാറി 3 സ്റ്റോപ്പ് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് മെഴ്സിഡസ് മനസ്സിലാക്കിയോ അതല്ലോ എന്നറിയത്തില്ല. എന്തുകൊണ്ടോ മെഴ്സിഡസ് ജോർജിന് ആ ഒരു 3 സ്റ്റോപ്പ് സ്ട്രാറ്റജി കൊടുത്തില്ല. ഒരുപക്ഷെ മെഴ്സിഡസ് 3 സ്റ്റോപ്പ് സ്ട്രാറ്റജി കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു കളി അങ്ങ് മാറിയേനെ. അപ്പൊ അതാണ് ഒരു ഫെറാറിയുടെ ആ ഒരു പെർഫെക്റ്റ് പ്ലാന് വർക്കൗട്ട് ആയതും മെഴ്സിഡസിന്റെ ആ ഒരു സ്ട്രാറ്റജി പൊളിയാനും കാരണം. അത് മാത്രമല്ല പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത് ജോർജിനെ മെഴ്സിഡസ് പിറ്റ് ചെയ്യാൻ വിളിച്ചതും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് വിളിച്ചപ്പോൾ ഉണ്ടായ ഒരു ആൻസൈറ്റി ജോർജിന് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് ആദ്യം പിറ്റ് ചെയ്തുമ്പോൾ ജോർജാണ് ലീഡുള്ളത്, നല്ല ലീഡുണ്ട്, നല്ല ഗ്യാപ്പ്, നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേന് എന്തോ ഒരു കോൺഫിഡൻസ് പോയതുപോലെ സംതിങ് വെന്റ് റോങ് ദെയർ. സെക്കൻഡ് പിറ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേന് അതെന്താ മെഴ്സിഡസിന്റെ മണ്ടയ്ക്ക് ആണി അടിക്കുന്ന പോലെ ആയിരുന്നു. അതോ അവിടെയും മെഴ്സിഡസ് ജോർജിനെ കിമിയും പിറ്റ് ചെയ്തു. പക്ഷേ ലൂയിസ് അപ്പോഴത്തേന് ആ ഒരു ഫോം കിട്ടിയായിരുന്നു. ആ ഒരു ടയർ പുത്തൻ ടയറാണ്, ഫ്രഷർ ടയറാണ്, നല്ല ഗ്രിപ്പാണ്. അത് മാത്രമല്ല പുള്ളിക്ക് മെഴ്സിഡസുമായിട്ടുള്ള ഒരു ഗ്യാപ്പും കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കിട്ടിയ ഒരു കോൺഫിഡൻസിൽ ലൂയിസ് ഹാമർ ടൈം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിമിയുടെ ആ ഒരു DNF അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എഞ്ചിൻ ട്രബിൾ ആണോ അത് മെക്കാനിക്കൽ ഫെയിലിയർ ആണോ എന്താണെന്ന് അറിയത്തില്ല. ഏതാണ്ട് പുകയും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ കിമിയുടെ ഒരു സ്പോർട്സ്മാൻ സീരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം റേസ് അവസാനിച്ചു, ലൂയിസ് ജയിച്ചു, കാറിൽ നിന്ന് ഇറങ്ങി വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ നേരത്ത് കിമി ഓടി വന്ന് ലൂയിസിനെ ഹഗ് ചെയ്ത് ലൈക്ക് ഫാൻ ബോയ്. സാധാരണ ഇത്ര ഒരു പ്രഷർ മൊമെന്റിൽ ക്രാഷ് ആയി കഴിഞ്ഞാൽ ദേഷ്യത്തിൽ കയറി റൂമിൽ പോവുകയോ അല്ലെങ്കിൽ വണ്ടി എടുത്ത് സ്ഥലം വിടുകയോ ചെയ്യേണ്ടതാണ്. പക്ഷേ ഹി കേം ആൻഡ് ഹഗ് ലൂയിസ്, ദാറ്റ് വാസ് ഗുഡ്. ഇനി പറയാനുള്ള ഒരു സ്ട്രാറ്റജി ന്യൂസാണ് ലെക്ലർക്കിന്റെ കാര്യം. ലാസ്റ്റ് റേസിൽ ഇതേപോലെ ക്രാഷായി, ഈ റേസിൽ അതേപോലെ ക്രാഷായി. ലാസ്റ്റ് റേസിൽ ബ്രേക്കിന്റെ ഇഷ്യൂ ആയിരുന്നു. ചാൾസ് പുള്ളി യൂസ് ചെയ്യുന്ന സെറ്റ്സ് ഓഫ് ബ്രേക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൂയിസിന്റെ അതേ സെറ്റപ്പിലാണ് ബ്രേക്ക് സെറ്റപ്പ് ചാൾസ് ഫോളോ ചെയ്തത്. അപ്പം കഴിഞ്ഞ റേസിൽ ചാൾസ് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് മൈ മിസ്റ്റേക്ക് എന്നാണ്. അപ്പം പക്ഷേ ഈ റേസിൽ ഇന്നലെ സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്യൂർലി ഡ്രൈവർ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായി. അതാണ് ചാൾസ് ഇന്റർവ്യൂ പറഞ്ഞത്, ഐ ആം അഷെയിംഡ് എന്ന് പറഞ്ഞു. എന്തൊക്കെയോ സംതിങ് ഈസ് റോങ് ദെയർ. ചാൾസ് പുള്ളിയുടെ കരിയർ എൻ്റയർലി ഫെറാറിക്ക് വേണ്ടി കൊടുത്തേക്കുവാണ്. ഫെറാറിയുടെ ഹിസ്റ്ററി തന്നെ ഇത്രയും ലോങ് ആയിട്ട് കോൺട്രാക്ട് ഉള്ള ഒരു ഡ്രൈവറാണ്. പക്ഷേ ചാൾസ് ഡിസേർവ് ബെറ്റർ. ലെറ്റ് സി. പിന്നെ സംസാരിക്കാനുള്ളത് ഫെറാറിയുടെ അപ്ഗ്രേഡ്സിനെ കുറിച്ചാണ്.
അപ്പോൾ ഞാൻ ആ പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞാൽ ഫെറാറി ഇവിടെ ലോട്ട് ഓഫ് അപ്ഗ്രേഡ്സ് ടു ബാഴ്സലോണ. അപ്പം 8 അപ്ഗ്രേഡ്സോളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ഗ്രേഡ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടും കിട്ടി. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ഫെറാറിയുടെ കാർസിനെ എല്ലാം കോർണേഴ്സിലാണ് അവർക്ക് സ്പീഡുള്ളത്. കോർണർ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെർഫെക്റ്റ് ആണ്. പക്ഷേ സ്ട്രെയിറ്റ്സിൽ ഫെറാറിക്ക് സ്പീഡ് കുറവാണ്. അവിടെ മെഴ്സിഡസ് ആണ് സ്ട്രെയിറ്റ്സിൽ ഏറ്റവും സ്പീഡുള്ള കാർ. അത് മാത്രമല്ല, ഈ ബാഴ്സലോണ GP സർക്യൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ട്. ഓൾ ടൈപ്പ് ഓഫ് കണ്ടീഷൻ ഉള്ള ഒരു സർക്യൂട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ഷേക്ക് ഡൗൺ നടത്തിയത്, സീസൺ ഷേക്ക് ഡൗൺ നടത്തിയത് ഫെബ്രുവരിയിൽ നടത്തിയിരുന്നല്ലോ. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പിലുള്ള കണ്ടീഷനും ഉള്ള ഒരു സർക്യൂട്ടാണ്. സ്ട്രെയിറ്റ്സ് ഉണ്ട്, ലോങ് സ്ട്രെയിറ്റ്സ് ഉണ്ട്, അതേപോലെ ഹെയർ പിൻ കർവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈ സ്പീഡ് കോർണേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടയർസിനൊത്തിരി ഗ്രീനിങ് ഉണ്ടാകാവുന്ന കോർണേഴ്സ് ആയിക്കോട്ടെ. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. അപ്പം ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറാറിക്ക് കോർണേഴ്സിൽ മെഴ്സിഡസിനേക്കാളും പേസ് ഉണ്ട്. കോർണേഴ്സ് എടുക്കുമ്പോൾ ഫെറാറിയുടെ കാറുകൾക്ക് മെഴ്സിഡസിനേക്കാളും ടൈം ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർണർ എടുക്കുമ്പോൾ ഇത്ര സമയം പോവില്ല, ലാപ് ടൈം കുറയുമല്ലോ. അത് ഫെറാറിയുടെ കാർസിന് മെഴ്സിഡസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഞാൻ കോർണർ എടുക്കുന്ന ടൈം കുറവാണ്. അത് മാത്രമല്ല, കോർണർ 14, അതായത് ഒരു ലാപ്പ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ലാപ്പിലേക്ക് കയറത്തില്ല, ആ സ്ട്രേറ്റിലേക്ക് വരുന്ന ആ ഒരു പോയിന്റില്ലേ, അതല്ല കോർണർ 14, അവിടെ വരുമ്പോഴത്തേന് അതായത് ഫെറാറി ആ ഒരു കോർണർ എടുത്ത് ടേൺ എടുത്ത് പിന്നെ സ്ട്രെയിറ്റ് ആണ് വരുന്നത്. ഒരു 1.something കിലോമീറ്റർ സ്ട്രെയിറ്റ് ആണ്. ആ സ്ട്രെയിറ്റിലോട്ട് കയറുമ്പോൾ മെഴ്സിഡസിന്റെ കാറിനേക്കാളും സ്പീഡുണ്ട് ഫെറാറിക്ക്. അവിടെ മാത്രം അത് ഫെറാറിയുടെ ആ ഒരു എൻ്റെ സ്ട്രാറ്റജിയും എൻ്റെ വീക്കിനും പെർഫെക്റ്റ് ആക്കിയത് അവിടെയാണ്. നല്ല പീസ് ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ആ ഒരു കോർണർ എടുത്ത് വരുമ്പം തന്നെ ലൂയിസ് ആയിക്കോട്ടെ ലെക്ലർക്ക് ആയിക്കോട്ടെ നല്ല പീസ് ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾസോ എ ഗുഡ് സൈൻ ഫോർ ഫെറാറി. അപ്പം അതിനർത്ഥം ലെക്ലർക്ക് ബാഡ് ഡ്രൈവർ ആണെന്നോ അങ്ങനെയൊന്നും ഇല്ല. ലെക്ലർക്കിന് നല്ല പീസ് ഉണ്ടായിരുന്നു. റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ നല്ല പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാപ്പ് 60 സംതിങ്ങിലാണ് ലെക്ലർക്ക് ക്രാഷ് ആകുന്നത്. അതുവരെ നല്ലതായിട്ട് പെർഫോം ചെയ്തതാണ്. അവിടെ എത്തിയപ്പോൾ കാറ് ലോക്കായി പോയി, ബ്രേക്ക് കിട്ടിയില്ല, നേരെ ഗ്രാവലിൽ കയറി സൈഡ് ബാരിയർ പോയി തട്ടി. അത് പുള്ളി ക്രാഷ് ചെയ്ത് കണ്ടപ്പോൾ ഒരു സാഡായിട്ടുള്ളൊരു പിന്നെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും വിചാരിച്ചത് ഈ വീക്കിൽ മെക്ലാരൻ മെഴ്സിഡസിനെ ഒപ്പോസ് ചെയ്യുന്നതാണ്. കാരണം ഫ്രീ പ്രാക്ടീസ് സെഷൻസിൽ മെക്ലാരൻ വാസ് അമേസിങ്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മെക്ലാരൻ ഈസ് ബാക്ക്. പക്ഷേ മെക്ലാരൻ്റെ റേസ് എത്തിയപ്പം അതിനേതായിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പേസ് കുറവുണ്ടായിരുന്നു. അതുപോലെ ലെക്ലർക്ക് ആ ഒരു ഔട്ട്സൈഡ് കോർണറിൽ കൂടെ പിയാസ്ട്രിയെ ഓവർടേക്ക് ചെയ്തതും പിന്നെ ലാബ് 3 എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ലെക്ലർക്ക് പിയാസ്ട്രിയെ ഇടിച്ചെന്ന്. ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്യേണ്ട ഒരു പൊസിഷനായിരുന്നു അത്. പിന്നെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേസിന്റെ ഒരു സർട്ടൺ സ്റ്റേജ് എത്തിയപ്പോഴത്തേന് ലൂയിസ് വാസ് 2 times ahead ഓഫ് ജോർജ് ഇൻ എവരി ലാപ്സ്. എന്നുവെച്ചാൽ ഓരോ ലാബിലും ലൂയിസിന് ജോർജിനേക്കാളും നല്ല പേസ് ഉണ്ടായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? ലാബിന്റെ ഒരു സർട്ടൺ സ്റ്റേജ് എത്തിയപ്പോഴത്തേന് ജോർജും ലൂയിസും തമ്മിലുള്ള ഗ്യാപ്പ് ഓൾമോസ്റ്റ് ലൈക്ക് 10 seconds. റേസ് ലീഡറുടെ ലൂയിസ് ആണ്, ഒരു 20 second ഗ്യാപ്പോളം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് അപ്പോഴൊരു പിറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ട്രാക്ക് വരുമ്പോൾ ലൂയിസിന് ലീഡറായിട്ട് തന്നെ തുടരാം. അങ്ങനെയുള്ള രീതിയിലൊരു പേസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് ആ ഒരു ഫെറാറി സെറ്റപ്പിലേക്ക് കംപ്ലീറ്റ്ലി വന്ന പോലെ. മെഴ്സിഡസിലുണ്ടായിരുന്നപ്പം നമുക്ക് ലൂയിസിനെ കാണുമ്പോൾ ഈ റേസ് ലൂയിസിന്റെ ആണ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതേപോലത്തെ ഒരു സംഭവം. ഇതിന് ലക്കോ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഫെറാറിയുടെ എന്തെങ്കിലും സ്ട്രാറ്റജി ഒക്കെയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് ലൂയിസിന്റെ മാത്രം സ്കില്ല് കൊണ്ട് കിട്ടിയൊരു സംഭവമാണിത്. അപ്പോൾ അതിനെ ഒപ്പം ഫെറാറി നിന്നു. അതൊരു സംഭവം, അതൊരു കാര്യമാണ്. പിന്നെ ജെന്യുവിനായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഫെറാറിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്കറിയാലോ, ആവശ്യമുള്ളപ്പോൾ ഒന്നും പിറ്റ് സ്റ്റോപ്പ് ചെയ്യത്തില്ല, സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യത്തില്ല. ആ ഒരു മണ്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VSC വന്നില്ല, വിർച്വൽ സേഫ്റ്റി കാർ വന്നപ്പോഴത്തേന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പിറ്റിയടാ അവിടെ ചോദിക്കുന്നുണ്ട് ഇപ്പം വരട്ടോന്ന്, സ്റ്റേ ഔട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, പിറ്റിയടാ ഇപ്പം പിറ്റിയതാ സെറ്റാണ്. അതെ, കാരണം ബാക്കി എല്ലാവരും പിറ്റ് ചെയ്തു, ബെയർമാൻ പിറ്റ് ചെയ്തു, മിഡിലുള്ള ടീംസ് എല്ലാം പിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ മെഴ്സിഡസും പിറ്റ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഈ കാണിക്കുന്നേ എന്നിങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞ ഉടനെ ആ ഒരു പിറ്റ് സ്റ്റോപ്പ് വിൻഡോ ഉണ്ടായിരുന്നു, ഒരു 20 second. അപ്പം തന്നെ ലാസ്റ്റിൽ പിറ്റ് ചെയ്ത് പുറത്തിറങ്ങി. എല്ലാവരും പണി കിട്ടിയല്ലേ. അപ്പം ഫെറാറി ഇമ്പ്രൂവ്ഡ് എലോട്ട്. അത് ചിലപ്പം ലൂയിസ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ലൂയിസിൻ്റെ ഇൻപുട്ട് അതിനകത്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. സംതിങ് ഈസ് ഗോയിങ് ഓൺ. പിന്നെ റേസിൻ്റെ ഒരു സർട്ടൺ സ്റ്റേജ് എത്തിയപ്പോഴത്തേന് ലൂയിസിൻ്റെ വക ആ ഒരു ലെജൻഡറി ഡയലോഗ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, നൗ വി ആർ ഓൺ പ്ലാൻ സി, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വയ്ക്കുന്നത്, അതൊരു ഫീലായിരുന്നു. ആ ഒരു സെറ്റപ്പ്, ആ ഒരു റേഡിയോ കോൺവെർസേഷൻ നൈസായിരുന്നു. പണ്ടത്തെ ഫെറാറി ആയിരുന്നതിന് പറഞ്ഞതിന് വി ആർ ചെക്കിങ് എന്ന്.
പിന്നെ ചില റേസുകളെ കുറിച്ച് നമ്മൾ പറയത്തില്ല, അബ്സല്യൂട്ട് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു, സ്ട്രാറ്റജി മാസ്റ്റർ ക്ലാസ്. അതായത് 2021-ലും 2020-ലും ഒക്കെ മേഴ്സിഡസിന്റെ മാസ്റ്റർ ക്ലാസ് അങ്ങനെ നമ്മൾ പറയത്തില്ലായിരുന്നു. അതേപോലെ ഫെറാറിയുടെ വക ഒരു അബ്സല്യൂട്ട് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഈ റേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ടീമുകൾക്ക്, ഓഡി, കാഡിലാക്ക് പോലുള്ള ടീമുകൾക്ക് പെർഫെക്റ്റ് 3 പിറ്റ് സ്റ്റോപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു ഫെറാറി ചെയ്തു വെച്ചത്. അബ്സല്യൂട്ട് മാസ്റ്റർ ക്ലാസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേസിനെ കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഫെറാറിയുടെ ഒരു മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ച്, സ്ട്രാറ്റജി മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ ഈ റേസിലെ തന്നെ കുറേ സ്ട്രാറ്റജീസ്, മിഡിൽ ടീംസിൻ്റെ കാര്യങ്ങളും പിന്നെ അൽപ്പൈൻ്റെ, എസ്പെഷ്യലി അൽപ്പൈൻ, അവരുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറയണമെന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ ഡെഡിക്കേറ്റഡ് ടു ലൂയിസ് ആണ്. ആ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലൂയിസ് ഫെറാറിക്ക് വേണ്ടി ജയിച്ചപ്പോൾ ഈ വീഡിയോ ലൂയിസിന് വേണ്ടി കൊടുത്തേക്കുവാണ്. എന്ന് പറഞ്ഞാൽ ലൂയിസിന് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അതുകൊണ്ട് ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. സോ ഏറ്റവും അവസാനമായിട്ട് ഫെറാറി പോഡിയത്തിൽ വന്നത് 2024-ലാണ്. 2024 കാർലോസ് സൈൻസ് ആണ് ഏറ്റവും അവസാനമായിട്ട് ഫെറാറിക്ക് വേണ്ടി ഒരു വിൻ കൊണ്ടുവന്നത്. അതിനുശേഷം ഫെറാറി ഒരു റേസ് പോലും ജയിച്ചിട്ടില്ല. അതിനുശേഷം ആ ഒരു റേസ് ജയമില്ലാത്ത ഒരു സ്ട്രീക്ക് ലൂയിസ് ഹാമിൽട്ടൺ തന്നെ അത് നികത്തിയെടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറാറി ലൂയിസിൻ്റെ തോളിൽ കയറി വന്നിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ലൂയിസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങൾ റേസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം തുടർന്നും ഇതുപോലെയുള്ള ഫോർമുല 1 റിലേറ്റഡും മോട്ടോർ സ്പോർട്സ് റിലേറ്റഡും കണ്ടൻറ്റിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സോഷ്യൽസ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അതിലൊക്കെ ഇതിൽ ഞാൻ കണ്ടൻസ് ചെയ്യാറുണ്ട്. സോ അതിലും ഫോളോ ചെയ്യുക, ഡു സപ്പോർട്ട്. അപ്പം നമ്മൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാനുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.